Hello friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഹെൽമെറ്റിനിടുന്ന കവറാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയലിൽ നിന്ന് വരുന്നതായ വേസ്റ്റ് പീസിൽ നിന്നൊരു 1/2 മീറ്റർ തുണി പോലും നമുക്ക് വേണ്ട. ആ തുണി കൊണ്ട് നല്ല ഭംഗിയുള്ളതായ ഒരു ഹെൽമെറ്റ് കവറാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതേ നമ്മുടെ ഹെൽമെറ്റ് വെച്ചാണ് നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. ഇതൊരു സാധാരണ വലിയ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റാണ്. കുട്ടികളുടെ ഹെൽമെറ്റ് ആകുമ്പോൾ മെഷർമെൻറ്റ്സിന് കുറച്ചും കൂടി വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുപോലെ തന്നെ മെഷർമെൻറ്റ്സ് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആ റൗണ്ട് മെഷർമെൻറ്റ് എടുത്തു. ആ റൗണ്ടിൻ്റെ മെഷർമെൻറ്റ് വന്ന് 35 ആണ് വരുന്നത്. അതിൻ്റെ ഒപ്പം 1 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസും കൂടി വേണം. എന്നിട്ട് നമ്മുടെ തുണി 4 ആയിട്ടാണ് മടക്കിയിട്ടിട്ടുള്ളത്. ഇപ്പോൾ ആ സ്റ്റിച്ചിങ് അലവൻസും കൂടി ആഡ് ചെയ്തതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തുണിയുടെ വിത്ത് കിട്ടും. അതുപോലെ തന്നെ ലെങ്ത്ത് നമ്മൾ ഓൾറെഡി മെഷർ ചെയ്ത ലെങ്ത്ത് തന്നെയാണ്. അതിൻ്റെ അപ്പോൾ ഒരു 2 ഇഞ്ചസ് അടിയിലേക്ക് എലാസ്റ്റിക് ഇടാനോ അല്ലെങ്കിൽ ഒരു റോപ്പ് ഇട്ട് കെട്ടുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനിടെ 2 ഇഞ്ചസ് താഴേക്ക് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതേ അങ്ങനെ നമ്മൾ ഭംഗിയിൽ മാർക്ക് ചെയ്ത് വേഗം കട്ട് ചെയ്ത് ഒരു 5 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ ഹെൽമെറ്റിൽ സ്ക്രാച്ച് ആവാതെയും ഡസ്റ്റ് ആവാതെയും അതുപോലെ തന്നെ സേഫായിട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിക് ടെക്നിക്കാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കണ്ടൻസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ എവറി 3rd വെനസ്ഡേസിലും നമ്മൾ ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ചാണ് നമ്മൾ ചെയ്യാറ്. ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തിട്ട് ബാക്കി കുറച്ച് തുണി നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് മാറ്റി വെച്ച തുണിയാണ്. അപ്പോൾ അതിനൊരു യൂസ്ഫുൾ ആയിട്ടായിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ കട്ടിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ആ സൈഡ് മാത്രമേ സ്റ്റിച്ച് ചെയ്യാനുള്ളൂ, മുകളിലും ആ സൈഡും. പിന്നീട് നമ്മളുടെ താഴേക്ക് ഒരു സ്ലിറ്റ് പോലെ അടിച്ചിട്ട് ഒരു റോപ്പ് ഇടുന്നതി മടക്കി കൊടുക്കുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് പോലും വേണ്ടി വരില്ല നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കട്ട് ചെയ്യാനായിട്ടൊരു 3 മിനിറ്റ്സ് മെഷർമെൻറ്റ്സ് കൊടുത്ത് കട്ട് ചെയ്യാനായിട്ട് 3 മിനിറ്റ്സ്, അങ്ങനെ ടോട്ടലി ഒരു 5 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ടുള്ളതും യൂണിക്കായിട്ടുള്ള ഐറ്റം നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. സ്റ്റിച്ചിങ് അറിയാത്തവരാണെങ്കിലും ജസ്റ്റ് ഒരു ട്രൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് എൻഡിലായിട്ട് ഒരു റോപ്പും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. റോപ്പ് എന്ന് പറയുന്നത് 36 ഇഞ്ചാണ് നമ്മൾ വിത്ത് വന്നത്. അതിനെക്കാട്ടി നിങ്ങൾക്ക് എത്രമാത്രം വിത്ത് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ഞാനിവിടെ 46 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ റോപ്പും കൂടി ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭംഗിയുള്ളതായ ഹെൽമെറ്റിൻ്റെ കവർ ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എലാസ്റ്റിക് ഇടാൻ ആഗ്രഹിച്ചെങ്കിൽ ഏറ്റവും അടിയിൽ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ റോപ്പാണ് പ്രിഫർ ചെയ്തിട്ടുള്ളത്. റോപ്പ് ആകുമ്പോൾ ഞാൻ ടൈ ചെയ്ത് ഹാങ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എലാസ്റ്റിക് ആകുമ്പോൾ ഒരു ഹാങ്ങിങ് വേറെ സെപ്പറേറ്റ് ഒരെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലും നമ്മൾ വണ്ടിയിൽ ഹാങ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ നല്ല ഭംഗിയിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ഇതിനെക്കാട്ടി അടിപൊളിയായിട്ടായിട്ട് കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.